ദൈവത്തിൽ നിന്നാകുന്നു. എവ്രി ബ്ലെസ്സിങ്, എവ്രി ഗുഡ് ഗിഫ്റ്റ് ഈസ് ഫ്രം ദ ലിവിങ് ഗോഡ്. ജീവിതത്തിൽ എല്ലാവർക്കും നന്മ വേണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഉണ്ടാകുന്ന സമയം തൊട്ട് മരണം വരെയും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവൻ്റെ അനുഗ്രഹത്തിന് ഒരു അറുതിയില്ല. അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു ദൈവം നമുക്കുണ്ടായിട്ടും പലരും പ്രയാസത്തിലും ഭാരത്തിലും വിഷമത്തിലും ജീവിക്കുന്നെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് എന്തൊക്കെയോ നേടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ദൈവം ഇതുകൊണ്ടൊന്നും നേടുന്നില്ല. അതായത് രണ്ട് തരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കാണുന്നത്. ഒന്ന്, പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിച്ചിട്ട് അവൻ്റെ ശബ്ദം വ്യക്തമായിട്ടും കേട്ട് അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുമ്പം വിജയം നിശ്ചയമാണ്. പ്രയാസങ്ങൾ കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ പ്രയാസത്തിനകത്ത് അവൻ്റെ കൈ നമ്മളെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ തന്നെ കഴിവ് ഉപയോഗിച്ച് എനിക്കിത് ചെയ്യാൻ സാധിക്കും, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്തിട്ട് പലപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും തുടങ്ങും. കുറച്ച് കഴിയുമ്പം നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകും. കാരണം കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപം, ഇത് മൂന്നും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സത്യവഴിയിൽ നിന്ന് മാറിപ്പോയിട്ട് വലിയ പടുകുഴിയിൽ ചെന്ന് വീഴുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നോക്കിയിട്ട് ദൈവത്തെ കുറ്റം പറയും. അതാണ് എല്ലാ വിശ്വാസികളും ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം തുടങ്ങിയപ്പം കേൾക്കുന്നു എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം നമ്മൾ മറന്നു പോകുകയാണ്. പിന്നെ എൻ്റെ കഴിവിൽ എനിക്കെല്ലാം അറിയാം, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞ് താൻ സ്വന്തം കഴിവിൽ ചെയ്തിട്ട് മണ്ടത്തരം കാണിച്ചേച്ച് ദൈവത്തെ കുറ്റം പറയാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതൊരിക്കലും ദൈവത്തിൻ്റെ അല്ല. ദൈവം നന്മ ചെയ്യുന്നൊരു ദൈവം. വൺ വേഴ്സ് ദ റെവല്യൂഷനൈസ് മൈ തോട്ട്, എൻ്റെ വിചാരത്തിനെ ഏറ്റവും അധികം സ്വാധീനം ചെയ്ത ഒരു വാക്യം, ദൈവം നല്ലവനല്ലോ. ദൈവം നല്ലവനാണെന്ന് 110-100 സങ്കീർത്തനത്തിൽ പറയുന്നത്. അവൻ നല്ലവനാണ്. 118 പറയുന്നുണ്ട്. എവ്രി ഡേ ഈസ് എ ബ്ലെസ്, എ ഫ്രഷ് ഡേ സ്റ്റാർട്ട്സ് വിത്ത് ഗോഡ്. എല്ലാം നന്മയായിട്ട് ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട് എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പല പ്രയാസങ്ങളും തന്നെത്താനെ ഉണ്ടാക്കി വെക്കും. അപ്പം ഒരു സൈഡിൽ പലപ്പോഴും നമ്മൾ പിശാചെന്ന് പറയുന്നെങ്കിലും സത്യത്തിൽ പിശാചിന് വലിയ ശക്തിയൊന്നുമില്ല. ആത്മാവിലായി കഴിയുമ്പോൾ ജീവനുള്ള ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ പ്രയാസമാട്ടെ, കഷ്ടമാട്ടെ, സങ്കടമാട്ടെ, അല്ലെങ്കിൽ സന്തോഷമാട്ടെ, അതിലെല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ നമ്മളെ ഒന്നും പിശാചൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഈ പിശാചിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചിലപ്പം ചതിക്കുന്നവരായി മാറും. പക്ഷേ യഥാർത്ഥ ശത്രു പിശാചല്ല. യഥാർത്ഥ ശത്രു നമ്മളുടെ ജഡം തന്നെ. ഞാൻ പറയുന്നതാണ്. അതായത് ഞാൻ പറയുന്ന മുയലിന് 2 കൊമ്പുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം എന്തു പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. വിശ്വസ്തയോടെ അവർ ട്രൈ ചെയ്യുകയാണ്. ഞാൻ കഴിവത് ഞാൻ ചെയ്ത് കാണിച്ച് ദൈവത്തിന് വേണ്ടി. പക്ഷെ ദൈവം പറയുന്ന മകനെ, ഞാൻ നിൻ്റെ വഴിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. വാക്ക് വിത്ത് മീ. ഞാൻ ജയിച്ച വഴി നിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വഴിയിൽ കൂടെ നടക്കാൻ. അപ്പോൾ ഒരു കണക്ക് നോക്കിയാൽ ജീവിതയാത്ര നമ്മൾ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നമ്മളുടെ ഭാരങ്ങൾ, ജഡം, നമ്മൾ ഈ ജഡം, അതായത് സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു മലയുടെ മുകളിലോട്ട് നമ്മൾ കയറുമ്പം ആദ്യമേ നമ്മുടെ കയ്യിൽ വിൻ്ററിന് മേളിൽ ചെല്ലുന്നതിനുള്ള ക്ലോത്ത്സ് കാണും, പിന്നെ അതിൻ്റെ ക്യാമറ കാണും, വെള്ളം കാണും, ഭക്ഷണം കാണും. പക്ഷെ ഓരോ 100 അടി കയറി കഴിയുമ്പോഴും വെയിറ്റ് നമ്മുടേത് കുറയും. കാരണം ഈ വെയിറ്റ് വെച്ച് നമുക്ക് കയറാൻ സാധിക്കത്തില്ല. വി അൺലോഡ് മെനി ഓഫ് ദ തിങ്സ്. നമുക്ക് വേണ്ടാത്തത്, അത്യാവശ്യമില്ലാതെ നമ്മൾ കളഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ തന്നെത്താനെ മേളിൽ ചെന്ന് ആ വളരെ സോഫ്റ്റായിട്ടുള്ള ആ എയർ ശ്വസിക്കുമ്പം നമുക്ക് വേറൊരു ഫീലിംഗ് ഉണ്ടാകും. അത് തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ. നമ്മൾ നമ്മുടെ ജഡം കൊണ്ട് കയറി ചെല്ലുമ്പം ദൈവത്തിന് നമ്മുടെ കൂടെ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു എങ്കിൽ നമ്മളിൽ കൂടെ അവന് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഈ മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചപ്പോൾ കൃപ ലഭിക്കുകയാണ്. ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. എന്നിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്, നിന്നിൽ ഒരു പ്രജയുണ്ടാകും, ശിശു ഉണ്ടാകും, യേശു എന്ന് പേർ വിളിക്കണം, ലോകരക്ഷിതാവായി മാറുന്നവനായിരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് നെടുലിച്ച് നിൻ്റെ മേൽ ഒരു മകനുണ്ടാകും എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴേ സംശയമുണ്ടെങ്കിലും മാതാവ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു? ഉത്തരം ഗബ്രിയേൽ മാലാഖ കൊടുത്തു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല.
അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ടത്. ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുകയാണെങ്കിൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും, ദൈവം ഒന്നിലും തോറ്റിട്ടില്ല. ഒരിക്കലും തോക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ആര് വിളിച്ചു പറയും? അപ്പോൾ പലരും പ്രയാസം വരുമ്പം എനിക്ക് ഈ ദൈവത്തെ വേണ്ടാന്ന് പറയുമ്പോൾ യു ആർ ഡിസീവിങ് യുവർ സെൽഫ്. നിന്നെ തന്നെ നീ 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 കുഴിയിലേക്ക് തള്ളിയിടുകയാണ്. ദൈവം പറയുന്നു എൻ്റെ വലത് കൈ നിന്നെ താങ്ങാൻ. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത ദൈവം, പൊത്തിഫറിൻ്റെ സമയത്ത് ജയിലിൽ കൊണ്ടിട്ടിട്ട് അവിടുന്ന് രക്ഷിച്ച ദൈവം. ഇതൊക്കെ വേദപുസ്തകത്തിൽ യാക്കോബ് പറയുന്നു, ഇനി എൻ്റെ അവസാന കാലം എനിക്ക് ദുഃഖത്തോടുകൂടി പാതാളത്തിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരപ്പൻ. ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? അവയെല്ലാം നമ്മൾ മറക്കുന്നു. അപ്പോൾ ഈ എല്ലാ നന്മയും ദൈവത്തിൽ നിന്നുള്ളതിൻ്റെ വാക്യമാണ്. ഒന്നാമത് യാക്കോബിൻ്റെ അതിനകത്ത് പറയുന്നു, യാക്കോബിൽ 1:17 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാ നന്മയും ദൈവത്തിൻ്റെയാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദങ്ങളോ ആച്ഛാദനമോ ഇല്ല. Every good gift, every perfect gift is from above. They're coming down from the Father of light. ജീവ വെളിച്ചമാകുന്ന പിതാവിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന എല്ലാ നന്മയും പിതാവ് നമുക്ക് ദാനം തന്നാണ്. ശരിയാണ്, നമ്മളൊരു വലിയ ഡിഗ്രി എടുത്തെന്നിരിക്കും, അല്ല നമ്മൾ വലിയൊരു വീട് വെച്ചിരിക്കും. ദൈവം കഴിവ് തന്നില്ല ഇത് ചെയ്യാൻ ഒക്കുമോ? ബുദ്ധിയില്ലാതെ എത്രയോ പേര് പണം ഉണ്ടായിട്ട് ബുദ്ധി വന്നതായിട്ട് റോഡിൽ കൂടെ നടക്കുന്നവരില്ലേ? പഠിച്ചിട്ട് എത്രയോ വലിയ പഠിത്തമുള്ളവർ റോഡ് സൈഡിൽ ബഗ് ചെയ്യുന്നവരെ എനിക്കറിയാം. അപ്പം നമ്മൾ ഈ ബുദ്ധി വന്നിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഈ ബുദ്ധി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിന് ബുദ്ധി ഉള്ളിടത്തോളം കാലം ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കാൻ പഠിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6:23 പറയുന്നത്, the wages of sin is death, but the free gift of God is eternal life in Christ Jesus. അതായത് റോമർക്ക് എഴുതിയ ലേഖനം 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് ഒരിക്കലും മരണമില്ലാത്ത ജീവനാണ്. ആ മരണമില്ലാത്ത ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടത് പാപം മൂലമാണ്. പക്ഷെ പിതാവാം ദൈവം പുത്രനെ നമുക്ക് അയച്ചു തന്നിട്ട് പുത്രനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ പുത്രൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞു. അതിനിനിയും കൂടുതൽ ആരും വന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഗോഡ് ഹാസ് ഡൺ ഇറ്റ്. ദിനം പ്രതി ഒരൊറ്റ സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രക്ഷയെക്കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പം 3:23 പറയുന്നത് റോമർക്കുണ്ട്, എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ട് ദൈവ തേജസ് ഇല്ലാതായി. അപ്പം ദൈവ തേജസ് ഇല്ലാത്തവന് ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ ഒക്കുന്നില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഈ ഫ്രീ ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മളോട് ദൈവം പറയുന്നത് അവൻ കൃപയാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. ആ ജീവൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മളെ തൊടാനൊക്കത്തില്ല. ആർ യു റിയലി ഏണസ്റ്റ്ലി സീക്കിംഗ് ദിസ് ലിവിങ് ഗോഡ്? ഈ ജീവനുള്ള ദൈവത്തിന് സത്യത്തിൽ നമ്മൾ ആത്മാവ് കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവമേ നീ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ വചനം പറയുന്നെങ്കിൽ ഐ ബിലീവ് ഇറ്റ്. അതാണ് എൻ്റെ കൂടെ ഞാൻ സൗദിയിലായിരുന്നപ്പോൾ എൻ്റെ കൂടെ വചനം പഠിച്ച ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ഈ ബൈബിൾ അവരുടെ തലയ്ക്ക് മേളിൽ വെച്ച് പറയും, ഈ വചനം സത്യമാണ്, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിലെഴുതിയിരിക്കുന്ന വചനപ്രകാരം ഞാൻ ജീവിക്കുമെന്ന്. അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വന്നു, പക്ഷേ ഒരു മാറാതെ ധൈര്യമായിട്ട് ഇന്ന് അവരുടെ മക്കൾ ദൈവത്തിന് വേണ്ടി സുവിശേഷകന്മാരായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരൊരു അമേരിക്കൻ സ്ത്രീയായിരുന്നു. അപ്പം ദൈവം നമ്മളോട് പറയുന്നത് ആത്മാവിൽ ബലപ്പെടണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:8-10, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ രക്ഷ കിട്ടുന്നതാണില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, സമ്മാനം. എന്ത് സമ്മാനമാണ്? മരിച്ചു പോകേണ്ടി നിത്യനരകത്തിലേക്ക് നശിച്ചു. അതപ്പോൾ ജീവിത പാത നോക്കുകയാണെങ്കിൽ ഇന്നിറ്റേണിറ്റി എന്നേക്കുമായിട്ട് ജീവിച്ചിരിക്കേണ്ടിയ നമ്മളൊരു വലിയ ലോങ് ലൈനാണ്. അത് തീരാത്ത ഒരു ലൈനാണ് നമ്മുടെ ജീവിതം. അതിൽ ഈ ലോകത്തിലെ ജീവിതം വെറും ഒരു ഡോട്ടാണ്, വെറും ഒരു ഡോട്ട്. കൂടി 70, 80, കൂടി വന്ന 120 വയസ്സ് വരെ ആ ഒരു ഒറ്റ ഡോട്ടിലാണ് ഈ ദൈവത്തിൻ്റെ ഈ സത്യം അറിഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്.
അതറിയാതെ പോകരുത്. അതെന്നും നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിലും മനസ്സിലത് ഓർക്കണം. കർത്താവേ, അതില്ലാത്തവർ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കാം, ആരെങ്കിലും അവരുടെ ഇല്ലെങ്കിൽ അവരുടെ പേരെഴുതി വെച്ചിട്ട് നമ്മൾ ഈ ദൈവത്തോട് പറയണം, ദൈവമേ, നിൻ്റെ ദാനമാണ് ഈ ഗിഫ്റ്റ്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അതെൻ്റെ മക്കൾക്കും എൻ്റെ കൂടെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും തരാതെ ഞാൻ നിനക്ക് സ്വസ്ഥത തരത്തില്ല. ഒരു വാക്യമുണ്ട് യെശയ്യാവിനകത്ത്, അതായത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, അതിനെ ഭൂമിയിലെങ്ങും പ്രശംസാ വിഷയമാക്കുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. അപ്പം നിർബന്ധമല്ലേ ദൈവം പറയുന്നത്. അപ്പം രക്ഷ കിട്ടാൻ വേണ്ടി അതാണ് ഏറ്റവും വലിയ പ്രസൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവം തന്ന ദാനമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകത്തില്ല. എത്ര പേരങ്ങനെ ചെയ്യുന്നുണ്ട്? ആത്മാവിൻ്റെ തീഷ്ണതയോടെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയം വെക്കുമ്പോഴാണ് കർത്താവ് അത് ചെയ്യുന്നത്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കുട്ടി ആ ദേശത്തുള്ള ഒരു 10-20 പേരുടെ പേരെഴുതിക്കൊണ്ട്, ഈ ആൻറ്റി ഇവർക്കെല്ലാം രക്ഷ ആവശ്യമുണ്ട്. അത് ഞാൻ വിചാരിക്കുക, എന്നാൽ പ്രാർത്ഥിച്ച് അന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അത് കഴിയുമ്പം പിന്നത്തെ ആഴ്ച വരുമ്പം വേറെ 80 പേരുടെ പേര്. അപ്പം ഞാൻ ചോദിക്കും, നിനക്ക് തീരത്തില്ലെന്ന് ചോദിക്കും. ആ കുട്ടി പിന്നെ എഴുതിക്കൊണ്ട്, അപ്പോൾ എന്നോട് വന്നിട്ട് പിന്നെ പറയും, ഞങ്ങളുടെ അടുത്തുള്ള ദേശത്തെല്ലാം റിവൈവൽ തുടങ്ങി, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ അവിടെ വ്യത്യാസം. ആ കുട്ടി മരിച്ചുപോയി ക്യാൻസർ വന്നിട്ട്. പക്ഷെ ഇന്നും ആ ദേശത്തിൻ്റെ ആ വെളിച്ചം കൊടുക്കാൻ ആ കുട്ടിയുടെ പ്രാർത്ഥന സാധിച്ചു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം നീ ആകിയാൽ നിന്നിലേക്ക് കടന്നു വന്ന് നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും തരണം. എനിക്ക് തരണം. ആദ്യമേ ഉറപ്പ് തരണം. എല്ലാ നല്ല ദാനവും നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ 2 ക്രോണിക്കിൾസ് 16:9 പറയുന്നുണ്ട്, അവൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ ആരുടെ ഹൃദയമാണ് ദൈവത്തിലോട്ട് തീക്ഷ്ണമായിട്ട് ശ്രദ്ധ വെച്ച് നോക്കിയിരിക്കുന്നുണ്ട്, ആത്മാവ് ഊടാടി നടക്കുകയാണ്. ആരുടെ ഹൃദയമാണ്, ആരുടെ ആത്മാവാണ് ദൈവത്തോട് തീക്ഷ്ണമായിട്ട് അന്വേഷിക്കുന്നത്? തീക്ഷ്ണത നമുക്കുണ്ടാകണം. വചനം കേൾക്കുമ്പോൾ കേട്ട് മറക്കുന്നവരല്ല, തീക്ഷ്ണമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ദൈവമേ ഒരു വരം വരണമെന്ന് ചോദിക്കണം. കർത്താവ് ഇട്ട് തരാതെ. ദൈവത്തെ സ്നേഹിക്കണമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിലും നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ബോഡി. ഈ ജഡത്തിൽ അതിനില്ല അങ്ങനെ ഒരു കഴിവ്. പിന്നെ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട്, അതുകൊണ്ടാണ് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. അങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. തന്നെ പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവർ പ്രാർത്ഥന കൃപയുള്ള ആരെങ്കിലും ഒരാളെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കണം. അതല്ല എങ്കിൽ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ വിടുതലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച മാത്രമായിട്ടുള്ള കൂട്ടായ്മയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ബി ഏർണസ്റ്റ് to seek the goodness of the living God. ഇത് നന്മകൾ ലഭിക്കുമ്പോൾ നന്മ തരുന്ന ദൈവത്തെ മറന്നിട്ട് ജീവിക്കാൻ പഠിക്കരുത്. നന്മ തരുന്ന ദൈവത്തെ ആദ്യം കാണുക. Seek ye first the kingdom of God and all these things shall be added unto you. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി അവൻ സകലതും നമുക്ക് തരും. ഏതാണ് ആവശ്യം? നിങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട്, നമ്പർ ഇട്ടിട്ട് എഴുതിയിട്ട്, വേദപുസ്തകത്തിലെ അഡ്രസ്സ് വേദപുസ്തകത്തിൽ പോസ്റ്റ് ഓഫീസായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച് നടക്കുക. ദൈവം തമ്പുരാൻ അതിശയങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവിടം ദൈവമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഏത് നന്മ അനുഭവിക്കുമ്പോഴും അത് നിന്നെ മറന്ന് തന്ന ദൈവത്തെ മറന്നൊന്നും ചെയ്യാൻ ഞങ്ങളെ വിട്ടുകളെ. ഞങ്ങളുടെ തലമുറകൾ എന്ന് നന്ദിയുള്ളവരായി തീരാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഈ സമയത്ത് ഈ വചനം അയക്കുന്നത് കർത്താവേ, അനേക കുടുംബങ്ങളിലേക്ക് വചനം ദൈവത്തിൻ്റെ വസ്ത്രം പോലെ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവരുടെ മേൽ പുതപ്പ് പോലെ വീഴണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൂരെ ഇരിക്കുന്ന മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സമയങ്ങളിൽ നിൻ്റെ ആത്മാവ് ശക്തമായിട്ട് അവരുടെ മേൽ അവരോട് സംസാരിക്കുന്നവർക്ക് കേൾക്കാനിടയാണ്. ദ സ്പിരിറ്റ് ഓഫ് ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അപ്പച്ചൻ കൊടുക്കണം. നീ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ അങ്കിക്കകത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പോലെ 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ അവരെ ഞങ്ങൾ കൊണ്ടുവെക്കുക. അപ്പച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യവും അവിടെ തന്നെ ഞങ്ങൾ കൊണ്ടുവെക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് എല്ലാത്തിനും ഉത്തരം തരുന്ന ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നാഥൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരുന്നതാണ് ഈ ലോകത്തിലെ വലിയ സന്തോഷം. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് കർത്താവ്.
കർത്താവെ. ആ ഒരു സമ്മാനം ഞങ്ങൾ വാങ്ങിച്ച് നിത്യമായ ജീവൻ്റെ ഉറവിടം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല കർത്താവെ. അതാണ് പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നതോ ദൈവമേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നതോ എനിക്ക് ലാഭമെന്ന് പറയാൻ തക്കവണ്ണം അത്രമാത്രം ഉന്നതമായ ദിവ്യ സ്നേഹം കൊണ്ട് പൗലോസിനെ നിറച്ച ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ അങ്ങനെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്ക് കണ്ടിട്ട് അനേക കുടുംബങ്ങളിലേക്ക് വെളിച്ചം വീഴാൻ തക്കണം തലമുറകളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.